الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأنهم قسيين ورهبانا وأنهم لا يستكبرون. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സൃഷ്ടാവായ അള്ളാഹു റബ്ബുൽ ആലമീനെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവസാന നിമിഷം വരെയും പരിപൂർണമായും സൂക്ഷ്മതയോടെ താഴത്ത് ചെയ്ത് ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങളെവരോടും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഇന്നേവരെയുള്ള നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നാഥനായ റബ്ബിന്റെ മഹദ് ഫള് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവർ, വിശിഷ്യായി പള്ളിയുടെയൊക്കെ സഹായികൾ, എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചു വന്നത് നാം ഓരോരുത്തരും വിശ്വസിച്ച് അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഉമ്മത്തുൽ മുസ്ലിമ, ഇസ്ലാമിക ലോകം ഏറെ ശ്രദ്ധയോടെയും പരിഗണനയോടെയും കാണുന്നൊരു മാസമാണ് മുഹറമിന്റെ മാസം. അതിലെ ആഷുറയിന്റെ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച നാം നോമ്പെടുത്ത ആഷുറയിന്റെ ദിവസം ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ദിവസമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ മുസ്ലിം ലോകത്തിന്റെ സന്തോഷ പ്രതീക്ഷ ദിനം കൂടിയാണ്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വിശ്വാസികളിൽ ലോകം മുഴുവനും പ്രതീക്ഷയോടെ പ്രാർത്ഥനകൾ നടത്തുന്ന അത്ഭുതകരമായ ഗൈബിയായ അഭൗതിക സഹായങ്ങൾ ഉടയതമ്പുരാന്റെ ഭാഗത്തുനിന്ന് സൃഷ്ടിപ്രപഞ്ചത്തിന് ലഭിച്ച അനുസ്മരണങ്ങൾ ഓർക്കുന്ന ദിവസമാണ് മുഹറം 10 ദിവസം. ആ ദിവസത്തിലുണ്ടായ അഭൗതിക സഹായങ്ങളോടുള്ള നന്ദി സൂചകമായി, ആദരസൂചകമായി, സ്മരണാർത്ഥമൊക്കെ ചരിത്രാതീത കാലം മുതൽ തന്നെ നോമ്പനുഷ്ഠിച്ചു വന്നത് ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് ദൃശ്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ദിവസത്തിൽ നുബുവത്തിന്റെ മുമ്പുള്ള കാലം മുതലേ തന്നെ നോമ്പെടുത്തിരുന്ന ചരിത്രവും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നാം വായിച്ച് കേട്ട് അറിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാമിക ലോകത്തെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കളുടെ എല്ലാം ജീവിതത്തിൽ അഭൗതികമായ ഗൈബിയായ സഹായം പടച്ചറബിൽ നിന്നും ലഭിച്ച ദിവസത്തിന്റെ സന്തോഷവും പ്രതീക്ഷയുമാണ് ആ ദിവസത്തിലുള്ളത് എങ്കിൽ ഒരു വിഭാഗം വരുന്ന സമൂഹം, മുസ്ലിം ഉമ്മത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ, വഴികേടിലേക്ക് പോയ ഒരു വിഭാഗം ആ ദിവസത്തിനെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കരിദിനമായി, ദുഃഖദിനമായി ആചരിക്കുന്നതും നമുക്ക് കാണാം. അവർ ലോകത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമായി ലോക ജനസംഖ്യയിൽ എണ്ണപ്പെടുന്നതിൽ ഒരു 30% വരും, തീരെ കുറവല്ല. ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ആധിപത്യവും ഭൂരിപക്ഷവും അവർ തന്നെയാണ്. ചരിത്രം പരതിയാൽ അവരുടെ വഴികേടിലേക്കുള്ള സഞ്ചാരത്തിന്റെ തുടക്കം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതത്തിന്റെ അവസാന കാലം മുതൽ ആരംഭിക്കുകയാണ്. നാം ഇന്ന് ജീവിക്കുന്ന പുരോഗതി കൈവരിച്ച ലോകത്തിന്റെ സാഹചര്യങ്ങൾ പോലെയല്ല അന്നത്തെ കാലം. ഒരു വിവരം ഒരാൾ മറ്റൊരാളോട് പറഞ്ഞാൽ കൃത്യമായ ശബ്ദത്തിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ അടുത്തൊരാളിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന
ഇലക്ട്രോണിക്സ് ടെക്നോളജി സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകന്റെ സദസ്സിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പല നുണകളും തങ്ങളുടേതായ ഭാഗത്തൂടെ കെട്ടിച്ചമച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് ഫിത്നകൾ ഉണ്ടാക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി തങ്ങളുടെ മദീന ജീവിതത്തിന്റെ പര്യവസാനത്തിൽ തന്നെ മുസ്ലിം ലോകത്ത് ദൃശ്യമായി. പരിശുദ്ധ ഖുർആൻ ചില ആളുകളെ പേരെടുത്ത് പറഞ്ഞ് സൂചിപ്പിക്കുകയുണ്ടായി. ഇവരെ സൂക്ഷിക്കണമെന്ന് തന്നെ മുന്നറിയിപ്പ് കൊടുത്തു. അതിലേക്കൊക്കെ കൊണ്ടെത്തിച്ച ചരിത്രമൊക്കെ വളരെ വിശാലമാണ്. പല ആവർത്തി നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാമൂഹിക ചരിത്രമാണ് യഹൂദികളുടെ മുസ്ലിങ്ങളോടുള്ള ശത്രുത. പരിശുദ്ധ ഖുർആനും അടിവരയിട്ടുകൊണ്ട് എടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനൂ അൽയഹൂദ വല്ലദീന അശ്റകൂ. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനൂ അൽയഹൂദ വല്ലദീന അശ്റകൂ. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ആകമാനം ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം, അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു, വിശ്വസിച്ച സമൂഹത്തിനോട് ഏറ്റവും ശത്രുത വെക്കുന്നവരായി നിങ്ങൾക്ക് കാണാം അൽ യഹൂദ, യഹൂദികളെ നിങ്ങൾക്ക് കാണാം. യഹൂദികൾ അതിനു മുമ്പുള്ള കാലം വരെയും ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നൊരു സമൂഹമായിരുന്നു യഹൂദികളുടെ സമൂഹം. എന്നാൽ അവർ നന്ദികേടിന്റെ പ്രതീകങ്ങളായി മാറി പ്രവാചകന്മാരെ വധിക്കുകയും വഴികേടിലേക്ക് പോവുകയും ചെയ്ത ആ വഴികേടിന്റെ ശാപഭാരവും പേറിക്കൊണ്ട് തന്നെ അവർ ജീവിക്കാൻ തയ്യാറായി. അവരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവരുടെ വംശീയ ആധിപത്യ ബോധത്തിന്റെ പേരിൽ മറ്റൊരു വംശത്തിനെയും ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. ലോക ചരിത്രം എടുത്താൽ വംശീയ ആധിപത്യം, രക്തപാരമ്പര്യം പറഞ്ഞിട്ട് ആധിപത്യം പറയുന്ന, മേന്മ പറയുന്ന വിഭാഗമായി ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്ന 3 വിഭാഗത്തെയാണ്. അതിലൊരു വിഭാഗം ഇന്ത്യൻ ആധിപത്യത്തിന്റെയും പിന്നിലുണ്ട്. അതിലൊന്ന് യഹൂദിയത്താണ്, മറ്റൊന്ന് ആര്യന്മാരാണ്, മറ്റൊന്ന് ബ്രാഹ്മണരാണ്. ഇവര് 3 പേരും പറയുന്നത് ഞങ്ങളുടെ ഔന്നത്യവും മേന്മയും നമ്മുടെ വംശ പരമ്പരയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ഒന്നും തന്നെ അവർ മറ്റൊരാളിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അവരുടെ ആ സംഹിതാ രീതിയിൽ പറ്റില്ല. കാരണം അവരുടെ ജന്മം കൊണ്ട് മാത്രമേ അവരുടെ ആ വംശീയ പാരമ്പര്യവും പവിത്രതയും നിലനിൽക്കുന്നു വിശ്വസിക്കുന്ന വിഭാഗമാണ്. ഇത്തരത്തിലുള്ള കുടിലമായ നിരർത്ഥകമായ വംശീയ ബോധത്തിന്റെ പേരിലായിരുന്നു നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകനാണെന്ന് അറിയാമായിട്ടും ഉത്തമ ബോധ്യമുണ്ടായിട്ടും അംഗീകരിക്കാതെ പോയത്. അവർ ആ വംശീയതയുടെ പേരിലുള്ള ശത്രുത നിലനിർത്തുകയും ചെയ്തു. മദീനത്തെത്തിയ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഹുകൂമത്തെ ഇസ്ലാമിയ ഖിലാഫത്ത് വരുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാ മതവിഭാഗങ്ങളെയും മക്ക പോലെയായിരുന്നില്ല, വിവിധ മതങ്ങളിൽ വിശ്വാസങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ സംഗമഭൂമിയായിരുന്നു മദീന. ആ മദീനയിൽ എല്ലാ വിഭാഗം ആളുകൾക്കും നൽകപ്പെടേണ്ട അവകാശങ്ങളെ വകവെച്ചു കൊടുത്തുകൊണ്ട് മദീനയിൽ ഒരു ചാർട്ടർ ഉണ്ടാക്കി, ഒരു കരാറുണ്ടാക്കി, ഒരു സുന്ദരമായ നിയമസംഹിതയുണ്ടാക്കി. എല്ലാ വിഭാഗത്തിനും തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും പങ്കാളിത്തവും നൽകിക്കൊണ്ടുള്ള ചാർട്ടർ ആയിരുന്നു അത്. അതിൽ മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, പുറത്തു നിന്നുള്ള ആളുകളുടെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കരാറെല്ലാം പറഞ്ഞ് ഉറപ്പിക്കപ്പെടുമ്പോൾ അന്ന് മദീനയിൽ പ്രബലമായും 3 ഗോത്രങ്ങൾ ജൂത വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരുന്നു. ഒന്ന് ബനു നളീർ, ബനു ഖുറൈള, ബനു ഖിത്ഫാൻ, 3 ഗോത്രങ്ങളായിരുന്നു. ഈ 3 ഗോത്രങ്ങളും ഈ കരാറിന്റെ ഭാഗമായി അവരും പങ്കാളികളായി. എന്നാൽ ഉള്ളുകൊണ്ട് പരിശുദ്ധ റസൂലിനോടും ഇസ്ലാമിനോടും അന്ധമായ പകവെച്ച് പൊറുപ്പിക്കുകയായിരുന്നു അവർ. അവർ ഏതവസരം കിട്ടുന്നു അപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയും ഇസ്ലാമിനെയും തകർക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് മക്കയിലെ കുഫാറുകളുടെ ഭാഗത്തു നിന്നും അഹ്സാബ് എന്നൊരു യുദ്ധത്തിൻ്റെതായ കാഹളം മുഴങ്ങുന്നു. ഇവർ അവരുടെ ശക്തിയെ കണ്ടുകൊണ്ട് അവരോടൊപ്പം ചേർന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയും ഈ ഹുകൂമത്തെ ഇസ്ലാമിയത്തിനെയും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ അതിനുവേണ്ടി ഒത്താശ ചെയ്തു, ഒറ്റുകാരുടെ പണി നിർമ്മിച്ചു. ആ ഒറ്റിന്റെ പണി, അവര് ചെയ്ത ആ ഏറ്റവും വലിയ ചതി, അതിനെക്കുറിച്ച് പരിശുദ്ധ റസൂലിന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നിർദ്ദേശം കൊടുത്തതിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിച്ചു. ഓരോ വിഭാഗങ്ങളെയായിട്ട് മദീനയുടെ പരിധിയിൽ നിന്നും അവരെ പുറത്താക്കി. കാരണം ചതിയാണ്. ഏറ്റവും വലിയ ചതിപ്രയോഗം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് കൂടെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒരു നാടുകാരെ മുഴുവനും ഒരുമിച്ച് നിന്നിട്ട് ചതിക്കുന്ന പ്രയോഗം ചെയ്തതുകൊണ്ട് പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ സ്ഥാനമില്ല. അത് ലോകത്ത് എവിടെ പോയാലും ഏതൊരു സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു നിയമമാണ്. നമ്മുടെ രാജ്യവും രാജ്യദ്രോഹ കുറ്റമായിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും വേണ്ടുന്ന കാര്യമാണ്. അതുപോലെ ഒരു രാജ്യദ്രോഹ കുറ്റം ഉണ്ടായപ്പോൾ അവരെ പുറത്താക്കി.
അവർ കുറെ ദൂരത്തിലുള്ള ഖൈബർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടായിരുന്നു അതിലൊരു വിഭാഗം പോയി തമ്പടിച്ചത്. അവർ അവിടെ നിന്നിട്ടും മര്യാദയോടെ ജീവിക്കാൻ അവർ തയ്യാറായില്ല. പിന്നെയും അവർ അവിടെ നിന്നും മുസ്ലിം ലോകത്തിനെതിരെ ശക്തമായ ചതിപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു, ഒറ്റിന്റെ പണി ചെയ്തുകൊണ്ടിരുന്നു. ആനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സൈന്യത്തിനെ നിയോഗിച്ചു. ആ സൈന്യം ഖൈബർ കോട്ട വളഞ്ഞുകൊണ്ട് അവസാനമുണ്ടായിരുന്ന ആ യഹൂദി ഗോത്രത്തിനെയും പരാജയപ്പെടുത്തി. അതോടുകൂടി അവരൊരു തീരുമാനത്തിലെത്തി. അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു: മുസ്ലിങ്ങളോട് ആയുധ ബലം കൊണ്ട്, ആൾബലം കൊണ്ട്, സാമ്പത്തിക ബലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അവരോടൊപ്പം ചേരണം, മുസ്ലിങ്ങളോടൊപ്പം ചേരണം. ചേർന്നിട്ട് ഉള്ളിൽ നിന്നുകൊണ്ട്, ഉള്ളു പൊള്ളയാക്കിക്കൊണ്ട് പള്ളിയെടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യമെത്തൂ. അങ്ങനെയാണ് യമനിൽ നിന്നും അബ്ദുല്ലാഹിബിൻ സബ എന്ന ഒരു ജൂത പുരോഹിതന്റെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന യഹൂദികൾ മുസ്ലിങ്ങളാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മദീനത്തേക്ക് വരികയും അവർ മുസ്ലിങ്ങളാകുന്നു എന്ന വ്യാജേനെ കലിമ ചൊല്ലി അവർ മുസ്ലിങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടി. സത്യത്തിൽ ഇവർ ഉള്ളുകൊണ്ട് ഏറ്റവും വലിയ മുസ്ലിം വിരോധികളായിരുന്നു. അവർ മദീനത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മുനാഫിക്കുകളായ ആളുകളുണ്ട്, കപട വിശ്വാസികൾ. അവർ അറബികൾ തന്നെയാണ്, മദീനയിൽ ഉണ്ടായിരുന്നവരാണ്. അവർ കപട വിശ്വാസികളായിരുന്നു. ഈ കപട വിശ്വാസികളും ഈ യഹൂദി ചാരന്മാരും ഒരുമിച്ച് ചേർന്നു. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് വലിയൊരു സഖ്യമുണ്ടാക്കി. അവർ പരസ്പരം ധാരണയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. മുസ്ലിം ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം ഫിത്നകൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ ഫിത്നകൾക്കെല്ലാം അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ച് നീങ്ങി. ആ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ഫിത്നകൾ മുസ്ലിം ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആലയുടെ പേരിലുണ്ടായ അപരാധം, സൂറത്തുൻ നൂർ എന്നൊരു അധ്യായം ഇറങ്ങിക്കൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ ലോകത്തിന് തിരുത്തി കൊടുത്തത്. അവിടെ മുതൽ തുടങ്ങിയ ചതിയുടെ, വഞ്ചനയുടെ, കാപട്യത്തിൻ്റെതായ പരിശ്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ മുമ്പ് തന്നെ മുസ്ലിം ലോകത്തിനിടയിൽ ഫിർഖത്തുണ്ടാക്കാൻ, ഭിന്നതകൾ ഉണ്ടാക്കാൻ കാരണമായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. പുണ്യപ്രവാചകന്റെ ജനാസ മദീനത്തിന്റെ മണ്ണിൽ ഒരു ദിവസം വരെ കാത്തു നിൽക്കേണ്ടി വന്നു. ഖബറടക്കാനുള്ള കാലതാമസം നേരിടേണ്ടി വന്നു. അടുത്ത ഖലീഫയാരാണെന്നുള്ള ചർച്ച നടക്കുന്ന ഒരു ഭാഗത്ത്. ആരും ഖിലാഫത്ത് ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ മടിച്ചു നിൽക്കുമ്പോ എല്ലാവരും ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പോലും ഏറ്റവും പ്രതീക്ഷയോടെ പലപ്പോഴും മുന്നിൽ പിടിച്ചു നിർത്തിയ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പറയുമ്പോ മഹാനവറുകൾ ആ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ഒളിവിലേക്ക് മാറി ബനൂ സഈദ ഗോത്രത്തിന്റെ തോട്ടത്തിലേക്ക് പോയി ഒളിവിൽ നിന്നു. അവസാനം ആളുകൾ എല്ലാവരും ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു: നിങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാകും. മറുഭാഗത്ത് മുസൈലമത്തുൽ കദ്ദാബ് എന്നൊരു വ്യക്തി വ്യാജ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് കടന്നു വന്നു. അങ്ങനെ ആഭ്യന്തര കുഴപ്പങ്ങളുടെ ഒരു കാഹളം മുഴങ്ങുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖും സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ചേർന്നുകൊണ്ട് ഉമ്മത്തുൽ മുസ്ലിമത്തിനെ ഒരൊറ്റ കിടക്കീഴിലേക്ക് പിടിച്ചു നിർത്തി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഖിലാഫത്തുർ റാഷിദ, സച്ചരിതരായ ഖലീഫമാരുടെ ഖിലാഫത്തിന്റെ ഭരണം, ആ ഭരണം 30 വർഷമാണ് പിന്നീട് നിലനിന്നിരുന്നത്. ഹബീബായ റസൂൽ അരുൾ ചെയ്തു: അൽ ഖിലാഫത്തു ബഅദി 30 സന, അൽ ഖിലാഫത്തു ബഅദി ഫീ ഉമ്മത്തി 30 സന. എന്റെ വഫാത്തിന് ശേഷം എന്റെ സമുദായത്തിൽ ഖിലാഫത്ത് നിലനിൽക്കുന്നത് 30 വർഷമായിരിക്കും. ഖിലാഫത്തുർ റാഷിദ നിലനിൽക്കുന്നത് 30 വർഷമായിരിക്കും. എന്തൊരു അത്ഭുതകരമായ പ്രവചനമാണ്! പുണ്യപ്രവാചകൻ വഫാത്തായി കൃത്യം 30ാമത്തെ വർഷമാകുമ്പോ ഹബീബായ റസൂലിന്റെ പ്രവചനം, അന്ന് റസൂല് പറഞ്ഞ പ്രവചനം, സുമ്മ മുൽകുൻ ബഅദ ദാലിക്, പിന്നെ സ്വേച്ഛാധിപത്യത്തിൽ അധിഷ്ഠിതമായ രാജഭരണമായിരിക്കും വരിക. പിന്നെ രാജഭരണമായിരിക്കും വരിക. ഖിലാഫത്തിന്റെ പവിത്രതയും മാന്യതയും കളഞ്ഞു കുളിക്കപ്പെടും. അത് തന്നെ സംഭവിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല 2.5 വർഷത്തെ ഭരണം, ഖിലാഫത്ത്. അതിനുശേഷം 12 വർഷക്കാലത്ത് സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ ഖിലാഫത്ത്. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖിലാഫത്ത്. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഖിലാഫത്ത്. മാനായ അലിയാര് തങ്ങള് കൂഫയുടെ പട്ടണത്തിൽ വെച്ച് മുൽജിമെന്ന ഖവാരിജിയാക്കളിൽപ്പെട്ട ഖാരിജായ മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട് മദീന ആ കൂഫയുടെ പള്ളിയുടെ ഉള്ളിൽ പിടഞ്ഞു വീണു. അതിനെ തുടർന്ന് 2ാമത്തെ ദിവസം വഫാത്തായി കഴിയുമ്പോ ഈ 30 വർഷം തികയാൻ പിന്നെ 6 മാസം ബാക്കിയുണ്ട്. ആ സമയത്ത് കൂഫയിലെ ജനങ്ങൾ ഖിലാഫത്തിന്റെ പേരിൽ ബൈഅത്ത് ചെയ്ത ഹസൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂല് വളരെ പ്രതീക്ഷയോടെ, ഏറെ സ്നേഹത്തോടെ പറഞ്ഞ, എന്റെ ഉമ്മത്തുകളിൽ ഒരു ഭിന്നതയുണ്ടാകുന്ന കാലം വരുമ്പോ ഇന്ന ഇബ്നി ഹാദാ സതസ്ലഹു,
സതസ്ലഹു, എന്റെ സമുദായത്തിന്റെ ഇടയിൽ ഭിന്നതയുണ്ടാകുമ്പോ ഈ മകനെ കൊണ്ട് അല്ലാഹു ആ ഭിന്നതയെ പരിഹരിക്കുമെന്ന് റസൂൽ പറഞ്ഞ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോ അന്ന് സിറിയ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഗവർണർ മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. മുആവിയ റളിയല്ലാഹു തആല കുറെ കൂടെ ഭരണത്തിൽ പ്രാവീണ്യമുള്ള ആളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ തന്നെ സ്വഹാബത്തിനോടൊപ്പം പല യുദ്ധമുന്നണികളിലും പല സമര പരിപാടികളിലും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ച പോരാളിയാണ്. ഒരുപാട് പ്രാവീണ്യവും പരിചയവും ഒക്കെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലം മുതലുള്ള പരിചയവും പ്രാവീണ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല കാലഘട്ടത്തിൽ ഗവർണറായി തുടർന്ന ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല ഖലീഫയായി വരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോഴും ഹസൻ റളിയല്ലാഹു തആല അൻഹു മറുഭാഗത്ത് ജനങ്ങൾ നിലവിൽ വലിയൊരു പാരമ്പര്യവും പരിചയവുമുള്ള ഒരാളായി നിലനിൽക്കുന്ന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാന് വേണ്ടിയിട്ട് മാറിക്കൊടുത്തിട്ട് പറഞ്ഞു, എന്നേക്കാളും പരിചയമുള്ള ആൾ അദ്ദേഹം തന്നെ തുടരട്ടെ. അദ്ദേഹത്തിന്റെ വഫാത്ത് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിലാഫത്ത് പോകേണ്ടത് ഷൂറയിലേക്ക് പോകണം. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ജനാധിപത്യ സംവിധാനത്തിലേക്ക് പോകണം. ജനാധിപത്യം നമ്മുടെ നാടിന്റെ പരിചിതമായ ജനാധിപത്യമല്ല. പിന്നെയോ തഖ്വയുടെയും വ്യക്തിവിശുദ്ധിയുടെയും ജീവിത വിശുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ പടച്ചറബിന്റെ ദീനും മാലും സംരക്ഷിക്കുവാനുള്ള യോഗ്യതയും തഖ്വയുമുള്ള ആരാണോ അവരിലേക്ക് അധികാരമാറ്റം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനാധിപത്യ ഷൂറ സംവിധാനത്തിലേക്ക് മാറണം. അങ്ങനെ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഹസ്സൻ ഇബ്നു അലി റളിയല്ലാഹു തആല ഖിലാഫത്ത് അങ്ങോട്ട് കൈമാറി. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല ഖലീഫയായി തുടർന്നു. കാലം ഒരുപാട് പിന്നിട്ടു. പ്രസ്താബ്ദം ഹിജ്റ 60 ആകുമ്പോൾ ഹിജ്റ 60 റജബ് മാസത്തിൽ മഹാനായ മുആവിയ റളിയല്ലാഹു തആല വഫാത്താവുകയാണ്. മുആവിയ റളിയല്ലാഹു തആല വഫാത്താകേണ്ട താമസം അതിന് തൊട്ടു മുമ്പ് തന്നെ തന്റെ ഖിലാഫത്ത് അടുത്ത അധികാര സ്ഥാനത്തിലേക്ക് വരാൻ പല രൂപത്തിലൂടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മെനഞ്ഞുകൊണ്ട് നീങ്ങിയ യസീദ് എന്ന് പറയുന്ന മുആവിയ റളിയല്ലാഹു തആല മകനിലേക്ക് അധികാരം വന്നെത്തി. യസീദിനെ കുറിച്ച് ഒരു നല്ലയാളുമല്ല, സമൂഹത്തിൽ ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലെ അത്രയും വലിയ കുഴപ്പക്കാരനുമല്ല, എന്നാലും മാതൃകയാക്കാൻ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ ആയിരുന്നു യസീദ്. മുആവിയ റളിയല്ലാഹു തആലയുടെ ഭാര്യമാരിൽ യമനിയായ ബദവിയായ മൈസൂൻ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ജനിച്ച മകനാണ് ഈ യസീദ് എന്ന് പറയുന്ന മകൻ. സമൂഹത്തിലെ പല സമ്പന്നരായ ആളുകളുടെയും മക്കളെ പോലെ തന്നെ പിതാവിന്റെ അധികാരവും സമ്പത്തിനെയും ഉപയോഗിച്ച് ആർഭാട ജീവിതം വെച്ച സുഖലോലുപനായ മനുഷ്യനായിരുന്നു യസീദ്. ആ യസീദിലേക്ക് ഖിലാഫത്ത് എത്തപ്പെടുമ്പോൾ ഖിലാഫത്ത് എന്താണെന്ന് യസീദിന് അറിയില്ല. തഖ്വയും തവക്കുലും ജീവിത വിശുദ്ധിയും എന്നും യസീദിന് അറിയില്ല. പിതാവിന്റെ സമ്പത്തിന്റെ പ്രമാണിത്വത്തിൽ ജീവിച്ചു വന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ അധികാരത്തിന്റെ ഹുങ്കിലായി വളരാനാണ്, ജീവിക്കാനാണ് യസീദ് തയ്യാറായത്. ആ യസീദ് അധികാരം ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും തന്നെ ബൈഅത്ത് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു, നിർബന്ധം പുറപ്പെടുവിച്ചു. അപ്പോൾ യസീദിന്റെ ജീവിതവും ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന മഹാരഥന്മാരായ സ്വഹാബത്ത് പലരും അതിന് തയ്യാറായില്ല. കാരണം യസീദ് മുസ്ലിങ്ങളുടെ അമീറാകുവാൻ മാത്രം യോഗ്യതയുള്ള ആളല്ല, മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് ഏറ്റെടുക്കാനും മാത്രം യോഗ്യതയുള്ള ആളല്ല. ചില അല്ലറ ചില കുഴപ്പങ്ങളൊക്കെ, ഖലീഫയാകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ആള് തന്നെയാണ് അയാളെന്നുള്ള കാര്യം പ്രധാനപ്പെട്ട സ്വഹാബത്തിനൊക്കെ ബോധ്യമായിരുന്നു. അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനിയാണ് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം സ്നേഹിച്ച പരിശുദ്ധ പ്രവാചകൻ പലപ്പോഴും ചുംബനം നൽകിയ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നായകരാണ് എന്റെ മക്കളായ ഹസൻ ഹുസൈൻ എന്ന് ലോകത്തോട് പരിചയപ്പെടുത്തിയ മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനി. ഈ ഹസനെയും ഹുസൈനെയും ആരെങ്കിലും സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി, അവരെന്നെ സ്നേഹിച്ചവരായി. വമൻ അബ്ഗളഹുമാ ഫഖദ് അബ്ഗളനി, അവരോട് ആരെങ്കിലും വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവർ എന്നെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരായി എന്ന് പഠിപ്പിച്ച സയ്യിദാ ശബാബി അഹ്ലുൽ ജന്നയുടെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ഹബീബായ പ്രവാചകൻ ഏറ്റവും അധികം സ്നേഹിച്ച മകനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ മദീനയിൽ പ്രധാനമായിട്ടും മദീനയെ ഒളിമ്പിച്ച് കഴിയുന്ന കാലമാണ്. ഹുസൈൻ റളിയല്ലാഹു തന്റെ അടുക്കലേക്ക് യസീദിന്റെ പ്രധാനപ്പെട്ട ഒരു അനുയായി വന്നിട്ട് പറഞ്ഞു, ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, എല്ലാവരും യസീദിനെ ബൈഅത്ത് ചെയ്യണം, ഖലീഫയായി ബൈഅത്ത് ചെയ്യണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം യസീദ് അതിനുള്ളൊരു യോഗ്യതയുമില്ല. കാരണം മുമ്പ് പല യാത്രകളിൽ ഒരുമിച്ച് ഒക്കെ കഴിഞ്ഞ പല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ യസീദ് മുസ്ലിങ്ങളുടെ അമീറാകാനുള്ള യോഗ്യതയില്ല. ഇനി ബൈഅത്ത് ചെയ്യാൻ തയ്യാറാകാത്ത പക്ഷം വധിക്കപ്പെടും, യുദ്ധം ചെയ്യപ്പെടും. മദീന പവിത്രമായ ഹറമാണ്. അവിടെ വെച്ചുകൊണ്ട് രക്തം ചിന്തപ്പെടേണ്ട, ഞാൻ കാരണം ഉണ്ടാകണ്ട, നാട് വിട്ടു പോയേക്കാം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല രണ്ടുപേരും കൂടി അവിടെ നിന്ന് നാട് വിട്ട് മക്കത്തേക്ക് ഒളിവിലേക്ക് പോയി. ഈ സമയത്തിൽ
ഈ സമയത്ത് മക്കത്തേക്ക് പോയി കഴിയുമ്പോൾ തന്നെ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആലയുടെ മകനായ യസീദ് സത്യത്തിൽ ആ സ്വഹാബിയുടെ ഒരു മര്യാദയും ഒരു സഹാബിയുടെ ഒരു ഇസ്ലാമിക പാരമ്പര്യം ഒന്നും കാത്തു സൂക്ഷിക്കാതെ ശരിയായ തനിയായ രാജാധികാരത്തിലേക്ക് മുസ്ലിം ലോകത്തിനെ വഴികേടിലേക്ക് കൊണ്ടുപോയ യസീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും സമൂഹത്തിനെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവരെന്താ ചെയ്യാൻ പോവുക? ആ സമയം കൂഫ എന്ന് പറയുന്ന പ്രദേശം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല 4 ഖലീഫമാരിൽ 4ാമത്തെ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഖിലാഫത്ത് നടന്ന ആസ്ഥാനം കൂഫയാണ്. ഇറാഖിലെ പ്രധാനപ്പെട്ട പട്ടണമായ കൂഫയാണ്. ആ കൂഫ ചരിത്രത്തിൽ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ഫിത്നയുടെ കേന്ദ്രമായിട്ടാണ്, മുസ്ലിം ലോകത്ത് ഏറ്റവും അധികം ഫിത്നകൾ പുറപ്പെട്ട നാടായിട്ടാണ് ഈ കൂഫയെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുക. പുണ്യപ്രവാചകൻ മദീനത്ത് കഴിയുന്ന ഒരു കാലത്ത് സിറിയ എന്ന പ്രദേശത്ത് വലിയ ദാരിദ്ര്യം, പട്ടിണി, ബുദ്ധിമുട്ടായി. ആളുകൾ വന്ന് പരിഭവം പറയാം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വഫീ സാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ ഞങ്ങളുടെ അളവ് പാത്രങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ സിറിയയ്ക്കും ഷാമിനും യമനിനും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇന്നത്തെ മിഡിൽ ഈസ്റ്റിന്റെ പ്രദേശങ്ങളൊക്കെയും വരുന്നതാണ് ഷാം. ഇന്നത്തെ അറേബ്യൻ ഉപദ്വീപിലെ ഭൂരിപക്ഷം വരുന്ന ഭാഗവുമാണ് യമൻ. ഈ 2 ഭാഗത്തിനെയും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന ചില ആളുകൾ പറഞ്ഞു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ നജ്ദിന് വേണ്ടി കൂടെ ദുആ ചെയ്യണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹബീബായ റസൂൽ വീണ്ടും ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, ഷാമിനും യമനിനും ദുആ ചെയ്തു. മൂന്നാമതും റസൂൽ അത് തന്നെ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പറഞ്ഞതായിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിൽ നിന്നും ഞാൻ കേട്ടതായി ഞാൻ ഓർക്കുന്നത്, ഹുനാക സലാസിൽ വൽ ഫിതൻ, ഇവര് പറയുന്ന നജ്ദ് പ്രദേശമുണ്ടല്ലോ, അവിടെയാണ് ഭൂകമ്പങ്ങളുടെ, പ്രകൃതി ദുരന്തങ്ങളുടെ, കുഴപ്പങ്ങളുടെ കേന്ദ്രം അവിടെയായിരിക്കും. പിശാച് തേരോട്ടമോട്ടുന്ന പ്രദേശം അവിടെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് പിന്നൊന്നും മറുപടി പറഞ്ഞില്ല. അവിടെയായിരിക്കും എല്ലാ കുഴപ്പങ്ങളെ ആസ്ഥാനമെന്നായിരുന്നു ഒരു പ്രദേശത്തിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ കഴിയുന്ന സമയം, ഉമ്മു സലമ റളിയല്ലാഹു തആല വീട്ടിൽ കഴിയുന്ന സമയത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഒരു മലക്ക് വന്നു. നിവേദനം ചെയ്യുന്ന ഹദീസ് പറയുന്നു, ആ മലക്ക് സാധാരണ വരാറുള്ള ജിബ്രീൽ എന്ന മലക്കായിരുന്നില്ല. ആ മലക്ക് അതിനു മുമ്പ് വന്നിട്ടില്ല, അതിനുശേഷവും അതുപോലൊരു മലക്ക് വന്നിട്ടില്ല. മീകായിൽ എന്നാണ് ചില ചരിത്രകാരന്മാരുടെ പക്ഷം. ആ മലക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട്, ഹബീബായ റസൂലിന്റെ അടുക്കലേക്ക് കിന്നാരം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ നെഞ്ചത്ത് കയറിയിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന മഹാനായ ഹുസൈൻ ഇബ്നു അലി എന്ന പൊന്നുമകൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും അധികം സ്നേഹഭാജനമായ പൊന്നുമകൻ, ആ മകൻ റസൂലിന്റെ നെഞ്ചത്ത് കയറി കളിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളോട് ആ മലക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഇബ്നക ഹാദാ ഹുസൈൻ, അങ്ങയുടെ ഏറ്റവും സ്നേഹനിധിയായി പൊന്നുമകനുണ്ടല്ലോ ഈ ഹുസൈൻ മഖ്തൂൽ, കൊല്ലപ്പെടുന്നതാ. അങ്ങയുടെ സമുദായത്തിൽ നിന്നുമുള്ള ഒരു വിഭാഗത്തിനാൽ കൊല്ലപ്പെടും നബിയേ. ആ മകൻ കൊല്ലപ്പെടുമ്പോ ആ മകൻ ഷഹാദത്ത് വരിച്ച് വീഴുന്ന മണ്ണ് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മണ്ണിനെ അങ്ങേക്ക് ഞാൻ കാണിച്ചു തരാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനെ ആ മലക്ക് ചുവന്ന കളറിലോ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഈ മണ്ണിലാണ് അങ്ങയുടെ പേരക്കുട്ടി ഹുസൈൻ ഇബ്നു അലിയെ രക്തസാക്ഷിയായി വീഴുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രസ്താബ്ദം 61 മുഹറമിന്റെ 10ാമത്തെ ദിവസത്തിൽ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല രക്തസാക്ഷിയായി വീഴുന്നത് റസൂലുള്ളാഹി തങ്ങൾ ഫിത്നയുടെ കേന്ദ്രമായിരിക്കും, എല്ലാ കുഴപ്പങ്ങളും പൊട്ടിപ്പുറപ്പെടുമെന്ന് പറഞ്ഞ ഇറാഖിന്റെ ഇന്നത്തെ തലസ്ഥാനമായ ബഗ്ദാദിന്റെ 105 കിലോമീറ്റർ മാറിയിട്ടുള്ള കർബ് വബല, നാശങ്ങളുടെ, കുഴപ്പങ്ങളുടെ കേന്ദ്രം എന്ന് പേര് പോലും വെക്കപ്പെട്ട കർബല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് വെച്ച് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല വഫാത്താവുകയാണ്, ഷഹാദത്ത് വരികയാണ്. അതിലേക്കൊക്കെ നീങ്ങപ്പെടുന്ന ചരിത്രമായിരുന്നു പിന്നീട് ഉണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു തആല മക്ക മുക്കറമയിലേക്ക് എത്തി സമാധാനത്തോടെ. യസീദിന്റെ ഖിലാഫത്ത് അംഗീകരിക്കാൻ കഴിയില്ല, കാരണം അയാൾ മഹാകുഴപ്പക്കാരനാണ്. അയാൾ മുസ്ലിങ്ങൾ അമീറാകാൻ പറ്റിയ ആളല്ല. സ്വന്തമായിട്ട് തന്റെ തഖ്വയും നോക്കിക്കൊണ്ട് ജീവിക്കാമെന്ന് കരുതി മക്കത്ത് കഴിയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ 4ാമത്തെ ഖലീഫയായ തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയെ മാടി വിളിച്ചിട്ട് ചതിച്ച് വധിച്ചു കൊലപ്പെടുത്തിയ കൂഫക്കാർ, ഈ കുഴപ്പങ്ങളുടെ കേന്ദ്രമായ കൂഫയിലുള്ള ആളുകൾ
അതേ ആളുകൾ പിന്നീട് ഖിലാഫത്ത് ഏൽപ്പിച്ച ഹസൻ ബിൻ അലി റളിയല്ലാഹു തആലയെ വിഷം കൊടുത്തു കൊന്ന ആളുകൾ, അവർ ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ യസീദിന്റെ ഖിലാഫത്തിനെ നിങ്ങളെ പോലെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അയാൾ മുസ്ലിങ്ങളുടെ അമീറാകാൻ പറ്റിയ ആളല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വരണം. കത്തുകൾ അയച്ചു, നിരവധി കത്തുകൾ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് കത്തുകൾ പോയി. ആ കത്തുകൾ മഹാനവറുകൾ മദീനത്ത് നിന്ന് മക്കത്തേക്ക് എത്തുമ്പോൾ തന്നെ 60ഓളം കത്തുകൾ ഉണ്ടായിരുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു 8 മാസം പിന്നിടുമ്പോൾ 1500ഓളം കത്തുകളാണ് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് എത്തുന്നത്. ഇത്രയും ആളുകൾ ഒരു കത്തയക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ പ്രതിനിധിയാണ്, വലിയൊരു കുടുംബത്തിന്റെ പ്രതിനിധിയാണ് ഒരു കത്തയക്കുക. അപ്പൊ അത്രയും ആളുകൾ 1500 കുടുംബങ്ങൾ താൻ കൂഫയിലേക്ക് വരണം, ഖിലാഫത്ത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത്ര വലിയ മുസ്ലിമീങ്ങൾ, ഇത്രയും മാത്രം മുസ്ലിമീങ്ങൾ എന്റെ ഖിലാഫത്തിനെ ആഗ്രഹിക്കുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ പൗത്രനും റസൂലുള്ളാഹി സ്വർഗത്തിന്റെ നായകനാണ് എന്ന് പരിചയപ്പെടുത്തിയ എന്നെ തന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മഹാനവറുകൾ കൂഫയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എന്നാലും അതിനു മുമ്പ് തന്നെ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി തന്റെ സഹോദരനായ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല കൂഫയിലേക്ക് അയച്ചിട്ട് അവിടുത്തെ ഈ പറയപ്പെട്ട ഈ ആവശ്യങ്ങളൊക്കെ ശരിയാണോ, നാട്ടിന്റെ അവസ്ഥ എന്താണ് ഒന്ന് പഠിക്കാൻ വേണ്ടി ആളെ വിട്ടു. മുസ്ലിം ഇബ്നു ഉഖൈൽ ഒരു സുബഹിന്റെ സമയത്താണ് കൂഫയിലെത്തുക. നാട്ടുകാരോട് ഹുസൈൻ റളിയല്ലാഹു തആല പ്രതിനിധിയാണ്, സഹോദരനാണെന്ന് പറയേണ്ട താമസം ആളുകൾ ഓരോരുത്തരായി വന്നുകൊണ്ട് ഹുസൈൻ ഇബ്നു അലിക്ക് വേണ്ടിയിട്ട് 12,000ഓളം വരുന്ന ആളുകൾ ഹുസൈൻ ബിൻ അലി തങ്ങളുടെ കയ്യിലേക്ക് ബൈഅത്ത് ചെയ്തു. ഖലീഫയായ ഹുസൈൻ തങ്ങളെ ഏറ്റെടുത്തതായിട്ട് അംഗീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു. ഈ വിവരം ആ സമയത്ത് തന്നെ സിറിയയിലിരുന്നു കൊണ്ട് യസീദ് ബിൻ അബി സുഫിയാൻ അറിയുന്നുണ്ടായിരുന്നു. ഖിലാഫത്ത് നഷ്ടപ്പെടും, അധികാരം നഷ്ടപ്പെടും, തനി സ്വേച്ഛാധിപത്യവും രാജാധികാരവും മാത്രം ആഗ്രഹിച്ച യസീദിന്റെ ഭരണം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആലയുടെ കൂഫയിലേക്കുള്ള വരവിനെ തടയാൻ ഏത് വിധേനയും എന്ത് മാർഗവും സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചു. സത്യത്തിൽ ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി വെച്ച ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ മദീന ജീവിതകാലത്തിന്റെ അവസാന കാലം മുതൽ തുടങ്ങിയ യഹൂദിയത്തിന്റെ ഫിത്നയുടെ പരിശ്രമങ്ങളായിരുന്നു നുണകൾ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ. തങ്ങൾ പറഞ്ഞതായി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങളുടെ കുടുംബത്തിന്റെയും പേരിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയങ്ങളായി ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യാജ ഹദീസുകൾ, നുണകൾ, ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദികൾ ലോകത്തിന്റെ പല ഭാഗത്തും പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്ന് മാത്രമല്ല, അവര് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച പരിശുദ്ധ ഖുർആൻ 40 ജുസ് ഉണ്ടായിരുന്നു. ആ 40 ജുസിൽ ഇന്ന് 30 ഉള്ളൂ. ബാക്കി 10 ജുസ് അതിലായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ഖലീഫയായി അലിയാർ തങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉമർ അൽ ഫാറൂഖും ചേർന്നുകൊണ്ട് അതിനെ ആടിനിട്ടുകൊണ്ട് തീറ്റാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുഹറമിന്റെ 10ാമത്തെ ദിവസം ലോകം മുഴുവനുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിമീങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് ആ ദിവസം ചരിത്രത്തിലെ ഉന്നതമായ അത്ഭുതകരമായ ഗൈബിയായ സഹായങ്ങളും പ്രതീക്ഷകളും കിട്ടിയ ദിവസത്തിൽ നോമ്പുകാരായി ദുആ ചെയ്യുമ്പോൾ ആ ദിവസം ഒരു വിഭാഗം ആളുകൾ നിന്യതയുടെ ദിവസമായിട്ടാ കാണുക. അന്നത്തെ ദിവസം സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെയും പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞു. ഇസ്ലാമിൽ പ്രതിമയുടെ സംസ്കാരമില്ല, അവിടെ പ്രതിമകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഇവർ പ്രതിമ ഉണ്ടാക്കിയിട്ട് എല്ലാ അർത്ഥത്തിലും നിന്ദിച്ചുകൊണ്ട് ആ ദിവസത്തിനെ കരിദിനമായി ആചരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ മേൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള പ്രാകൃതവും കാടത്വവുമായ നടപടിക്രമങ്ങൾ മുസ്ലിങ്ങളുടെ പേരിൽ ലോകത്തിനെ കാണിക്കുമ്പോൾ ഇസ്ലാമുമായിട്ട് സത്യത്തിൽ ഇവർക്ക് ഒരു ബന്ധവുമില്ല, ഒരു പരിചയവും അവർക്കില്ല. അവർ സത്യത്തിൽ പിഴച്ചു പോവുകയാണ് ചെയ്തത്. യഹൂദിയത്ത് പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളെ, ഹദീസുകളെന്ന് വിശ്വസിച്ച്, ഇസ്ലാമാണെന്ന് വിശ്വസിച്ച് അതിന്റെ പുറകെ പോയത് കൊണ്ട് അവർ പിഴച്ചു പോവുകയാണ് ചെയ്തത്. യസീദ് ബിൻ അബീ സുഫിയാൻ, യസീദ് ബിൻ മുആവിയ ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു തന്നെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിച്ചു. ആ നിയോഗത്തിൽ അന്ന് സൈന്യാധിപനായി വന്നത് ഈ പറയപ്പെട്ട വഴിപിഴച്ചു പോയ, അതിൽ നിന്നും രൂപപ്പെട്ടു തുടങ്ങിയ പ്രാഥമിക ഷിയായിസത്തിന്റെ പ്രാഥമിക രൂപമായ ഒരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. അന്ന് ബസറയുടെ ഗവർണറായിരുന്നു. ആ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഗവർണറായി നിയോഗിച്ചുകൊണ്ട് നേരെ കൂഫയിൽ പോയിട്ട് അവിടെ നിലവിലുണ്ടായിരുന്ന ഗവർണറായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹു തആല വന്നു കഴിഞ്ഞാൽ ഖിലാഫത്ത് കൈമാറപ്പെടും, കാരണം പരിശുദ്ധ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നയാളാണ്. അതുകൊണ്ട് നുഅ്മാൻ ഇബ്നു ബഷീറിനെ മാറ്റിയിട്ട് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ കൂഫയുടെ ഗവർണറായി നിയോഗിച്ചു. കൂഫയിലേക്ക് എത്തിയ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആലയോട് മാറാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയാളുടെ ആദ്യത്തെ ദൗത്യം 17 ആളുകളുമായി കൂഫയിലെത്തിയ അയാളുടെ ആദ്യത്തെ ദൗത്യം മുസ്ലിം ഇബ്നു ഉഖൈൽ എന്ന അലിയാർ തങ്ങളുടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു തന്റെ സഹോദരനെ കണ്ടുപിടിക്കലാണ്. കാരണം ആ ഹുസൈൻ റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടി കൂഫയിൽ വന്നിട്ട് ബൈഅത്ത് സ്വീകരിച്ചു
സ്വീകരിച്ച് ഹുസൈൻ റളിയല്ലാഹുവിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള പ്രതലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച് വധിക്കണം. എവിടെയാണുള്ളതെന്നറിയില്ല. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് സമർത്ഥനായ തന്ത്രശാലിയായിരുന്നു. അയാൾ 3000 ദിർഹം വരുന്നൊരു പണക്കിഴി തന്റെ കൂട്ടത്തിൽ വന്ന 17 ആളുകളിൽ ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ഇബ്നു ഉഖൈൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അയാള് ഹുസൈൻ റളിയല്ലാഹുവിന് അനുഭാവികളായി തോന്നുന്ന ആളുകളുടെ നിന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പിതാവ് ഹുസൈൻ റളിയല്ലാഹു തആലയുടെ മുസ്ലിം ഇബ്നു ഉഖൈലിനെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. അദ്ദേഹം എവിടെയുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു തരണം. എവിടെയാണുള്ളതെന്ന് അറിയില്ല. ആ സമയത്ത് ഹുസൈൻ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല ഹാൻ ഇബ്നു ഉർവ എന്ന അന്നത്തെ യസീദിന്റെ ഭരണത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാളുടെ വീട്ടിലായിരുന്നു ഒളിവിലുണ്ടായിരുന്നത്. കാരണം അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹവും റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിനോടുള്ള ആദരവിന്റെ പേരിൽ അവിടെയാണ് അവർ ഒളിവിലുണ്ടായിരുന്നത്. അവസാനം ഈ യസീദിന്റെ പട്ടാളക്കാര് മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തി. അവിടുന്ന് പിടിച്ചുകൊണ്ട്, തടവിൽ പിടിച്ചുകൊണ്ട്, നാട് മുഴുവനും ചുറ്റിച്ച് ക്രൂരമായ പീഡനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ മഹാനായ മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു ആദ്യം അയച്ച കത്ത് മക്കത്ത് കിട്ടി. ദുൽഹജ്ജ് മാസത്തിന്റെ 3-ാമത്തെ ദിവസം മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല മക്കത്ത് നിന്ന് കൂഫയിലേക്ക് യാത്ര പുറപ്പെട്ടെങ്കിൽ ആദ്യത്തെ കത്തിലുണ്ടായിരുന്ന 12,000-ഓളം ആളുകൾ ബൈഅത്ത് ചെയ്തു. നാട് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ ഈ കത്തും കണ്ടുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു തആല മക്കത്ത് നിന്ന് പുറപ്പെടുമ്പോൾ നാട്ടുകാരായ പ്രധാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പോലുള്ള സഹാബത്ത് പറഞ്ഞു, നബി, ഓ മഹാനവറുകളെ, അങ്ങ് കൂഫയിലേക്ക് പോകരുത്. കൂഫക്കാരെ ചതിയന്മാരാണ്. ഖുലൂബുഹും മഅക വസ്സുയൂഫുഹും മഅ അബൂ ഉമയ്യ. അവർ ഹൃദയം കൊണ്ട്, വാക്കുകൾ കൊണ്ട് നിങ്ങളോട് സ്നേഹം പറയുന്നു, പക്ഷെ അവരുടെ വാളുകൾ നിങ്ങൾക്കെതിരായിരിക്കുമ്പോൾ നിങ്ങൾ പോവരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല ഇത്രയും ആളുകൾ പറയുമ്പോൾ എങ്ങനെയാണ് പോവാതിരിക്കുക? അങ്ങനെയാണ് എത്തുക. ഈ കത്തുകൂടെ കാണുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് പുറപ്പെട്ടു. ആ യാത്ര ഇറാഖിന്റെ ബോർഡർ എന്ന സബാല എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല ബോധ്യപ്പെടുന്നു. ആ ദിവസത്തിലായിരുന്നു മറുഭാഗത്ത് മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല ഈ ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ അവിടെ വെച്ച് ഇബ്നു സിയാദ് എന്ന അഹ്ലു ബൈത്തിനോട്, റസൂലിനോടും ഇസ്ലാമിക സമൂഹത്തിനോടും ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തി നാല് പറഞ്ഞു, നിങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഹസൻ ഹുസൈൻ തങ്ങളെയും എല്ലാ സ്വഹാബത്തിനെയും തെറി പറയണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിൽ ഒരാളെയും ആരും തെറി പറയാൻ പാടില്ല. ആർക്കും തെറി പറയാനുള്ള അവകാശമില്ല. അവരെല്ലാവരും അസ്ഹാബി കന്നുജൂം, നക്ഷത്ര തുല്യരാണ്. അവരെല്ലാവരും ഹിദായത്തിന്റെ ആളുകളാണ്. അവരുടെ ഇജ്തിഹാദിൽ വന്നിട്ടുള്ള എന്തെങ്കിലും സംശയം, നമുക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ടെങ്കിൽ അത് വിട്ടേക്കുക, അതിനെ നിങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞ ആ കാര്യം ഒക്കെ മനസ്സിലാക്കണം. മുസ്ലിം ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനതിന് തയ്യാറല്ല. അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരൻ, മകനെ ഹുസൈൻ റളിയല്ലാഹു തആല സഹോദരനെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും ദുൽഹജ്ജ് മുഹറം 3-ാമത്തെ ദിവസത്തിൽ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വധിക്കുകയാണ്. ആ സമയത്തിലാണ് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അവസാനമായി ഒരു അഭ്യർത്ഥന നടത്തി, എന്റെ ഈ കത്ത് ഹുസൈന്റെ കയ്യിലേക്ക് എത്തിക്കണം. ഹുസൈൻ റളിയല്ലാഹു തആല കത്ത് കയ്യിലേക്ക് സബാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കത്ത് കിട്ടുമ്പോൾ, ആ കത്ത് കയ്യിലേക്ക് കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറാഖിലേക്ക് വരരുത്, കൂഫയിലേക്ക് വരരുത്, ഏറ്റവും വലിയ ചതിയന്മാരാണ്. 12,000-ഓളം ആളുകൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഹുക്കൂമത്തിൽ ഖിലാഫത്തിൽ നമ്മളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവരെല്ലാവരും കാലുമാറി, എല്ലാവരും ഒറ്റുകൊണ്ട് അവസാനം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാൽ തന്നെ ചതിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല 70-ഓളം വരുന്ന ആളുകളും കർബല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പരിസരത്തെത്തി. അവിടെ വെച്ച് വളയപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു തആലയെ വളയുവാൻ വേണ്ടി നിയോഗിതരായ സംഘത്തിൽ മഹാനായ ഉമർ ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല ആയിരുന്നു സൈന്യാധിപൻ. മഹാനവറുൽ ചന്ദ്രൻ ഹുസൈൻ റളിയല്ലാഹു തആലയോടുള്ള സ്നേഹവും അനുകമ്പയും പേര് ചോദിച്ചു, നിങ്ങളെ വധിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഇവർ പണിപ്പെട്ട് തീരുമാനമെടുത്തിട്ടാണ് ഞങ്ങളെ നിയോഗിച്ചത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മഹാനവറുകൾ 3 കണ്ടീഷൻ വെച്ചു. ഒന്നുകിൽ എന്നെ മക്കത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണം, അല്ലെങ്കിൽ യസീദിനെ കാണാൻ അനുവദിക്കണം. ഇതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. അംർ ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുഭാവപൂർണമായ നിലപാടിന്റെ മുമ്പിൽ അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ട് വേറൊരു ഷിയ, ഏറ്റവും വലിയ മുസ്ലിം വിരോധിയായിരുന്ന ഷംർ ബിൻ ദിൽ ജൗഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏൽപ്പിച്ചുകൊണ്ട് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ തീരുമാനിക്കുകയും അവസാനം 70 പേരടങ്ങുന്ന സംഘത്തിൽ യൂഫ്രട്ടീസിന്റെ വെള്ളവും തടഞ്ഞ് എല്ലാവരെയും വധിച്ച് അവസാനം റസൂലുള്ളാഹി തങ്ങൾ പല പ്രാവശ്യം ചുംബനം നടത്തിയ തങ്ങൾ ഏറ്റവും അധികം സ്നേഹത്തോടെ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ഷംർ ബിൻ ദിൽ ജൗഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം സിനാൻ ബിൻ അബി അംർ എന്ന് പറയുന്ന മനുഷ്യൻ 33 കുത്തും 34 വെട്ടും നൽകിക്കൊണ്ട് മഹാനവറുകളെ രക്തസാക്ഷിയാക്കി മരിച്ചു വീഴുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ മണ്ണിലായിരുന്നു മഹാനവറുകൾ ഷഹാദത്ത് വരിച്ചു വീഴുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സംഭവം നടക്കുമ്പോൾ അവസാനം ഹുസൈൻ റളിയല്ലാഹു തന്നെ ശിരസ് ഛേദിച്ചെടുത്ത് ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു
തളികയിലാക്കി കൊണ്ടുവന്ന് വെക്കപ്പെടുമ്പോൾ ആ ശിരസിലേക്ക് കുത്തിക്കൊണ്ട് ഇബ്നു സിയാദ് പറഞ്ഞ വർത്തമാനങ്ങൾക്ക് മുമ്പിൽ പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് ചുംബനം നടത്തിയ ചുണ്ടാണിത്, ആ മുഖമാണിത്, ഇത് ചെയ്യുന്ന നീ അനുഭവിക്കുക തന്നെ ചെയ്യും. ക്രിസ്താബ്ദം കൃത്യം 5 വർഷം പിന്നിടുമ്പോൾ ഇബ്നു സിയാദ് അതുപോലെ വധിക്കപ്പെടുകയുണ്ടായി, അതുപോലെ തകർക്കപ്പെടുകയുണ്ടായി. 4 വർഷം കഴിയുമ്പോൾ ഈ ചെയ്ത ആളുകൾക്ക് പശ്ചാത്താപമായി അവർ തവ്വാബുൻ എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ ഈ പാപം എവിടെ പോയി കഴുകിക്കളയും? റസൂലുള്ളാഹി തങ്ങളെ പൊന്നുമകനെ വധിച്ച ആ പൊന്നുമകനെ, സ്വർഗത്തിന്റെ നായകനെ വധിച്ച നാം എവിടെ പോയി പാപഭാരം തീർക്കുമെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് യസീദിന്റെ നിയോഗിതനായ ആ സൈന്യാധിപനായി ഈ ഇബ്നു സിയാദിനെ വധിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അവർ കർബലയിൽ വന്ന് മുഖം കുത്തി വീണ് അവിടെ കിടന്ന് മാറത്തടിച്ച് അലമുറയിട്ട് കരഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അവർ പശ്ചാത്തപിച്ചുകൊണ്ട് ആർത്തട്ടഹസ് നിലവിളിച്ചപ്പോൾ ആ ശരീരത്തിലേക്ക്, സ്വന്തം ശരീരത്തിലേക്ക് കത്തിയും കടാരയും കുത്തിയിറക്കിയ, അടിച്ച് മർദ്ദിച്ച് സ്വന്തം ശരീരത്തിന് മുറിവേൽപ്പിച്ച കാഴ്ച അന്ന് തുടങ്ങി. പിന്നെ ഈ രൂപമൊക്കെ മാറി പുതിയ പേര് സ്വീകരിച്ചു, ഷിയായിസത്തിന്റെ അഭിനവ രൂപം വന്നു. അന്ന് മുതൽ മുഹറം 10 അവർക്ക് കരിദിനമാണ്. അവർ ലോകം മുഴുവൻ കരിദിനം ആചരിക്കുന്നു. ലോക മുസ്ലിമീങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ച് പ്രതീക്ഷയോടെ ദുആ ചെയ്യുമ്പോൾ അവർ കരിദിനം ആചരിച്ചുകൊണ്ട് ആ ദിവസത്തിൽ മാറത്തടിച്ച് നിലവിളിച്ച് അട്ടഹസിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവരിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അന്നും അതിനു മുമ്പും ശേഷവും ഒക്കെ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പല പ്രവൃത്തികൾ, പല രൂപങ്ങൾ, പല കാര്യങ്ങൾ ഐസിസായും അതുപോലെ ലോകത്ത് നാം കണ്ട അഭിനവ, ലോകത്ത് കണ്ട പല മുസ്ലിം വിരുദ്ധ കാഴ്ചപ്പാടുകൾക്കും കാരണമൊരുക്കിയതെല്ലാം ചാവേറാക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും ഇവരിലൂടെ ലോകത്ത് രൂപപ്പെട്ടു വന്ന അനിസ്ലാമികതകളാണ് എന്ന കാര്യം കൂടി നാം തിരിച്ചറിയുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ട് ഉമ്മത്തിനെ സഹായിച്ച ഈ മുഹറമിന്റെ മാസം മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ പ്രതീക്ഷയുടെ അത്ഭുതകരമായ സഹായങ്ങൾ ലഭിച്ച മാസമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം ശ്രേഷ്ഠതയോടുകൂടി റമളാനിന് ശേഷം പഠിപ്പിച്ച നോമ്പിന്റെ ദിവസം കൂടിയായിരുന്നു മുഹറമിന്റെ 10. ഈ ദിവസത്തിൽ ലോകത്തുണ്ടായ അത്ഭുതകരമായ സഹായങ്ങളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും അല്ലാഹു തരുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.